ഫ്രാൻസിസ് പാപ്പ ഒരു ജസ്റ്റിസ്. ഇപ്പോൾ ലയോ 14 അഗസ്റ്റീൻ സഭയിൽ അംഗമാണ്. ഞാനിപ്പോൾ ചരിത്രം ഒന്ന് പരിശോധിക്കുകയായിരുന്നു, എന്തുകൊണ്ടായിരിക്കണം അദ്ദേഹം ലയോ 14 എന്ന പേര് തിരഞ്ഞെടുത്തത്. ലയോ 13 1878 മുതൽ 1903 വരെയാണ് പാപ്പയായിരുന്നത്. അതായത് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച 4 പാപ്പാമാരിൽ 4ാമത്തെ സ്ഥാനമാണ് ലയോ 13 പാപ്പയ്ക്കുള്ളത്. നമ്മൾ ശ്രദ്ധിക്കണം, ലോകത്ത് അറിയപ്പെട്ട ഒരു ചാക്രിക ലേഖനം സഭയുടെ സാമൂഹിക മുഖത്തിന് മാറ്റം വരുത്തിയ ഒരു സാമൂഹിക പ്രബോധനം വേരും നൊവാരും പുറത്തിറക്കിയത് ലയോ 13 പാപ്പയാണ്. കാരണം വേരും നൊവാരും എഴുതപ്പെട്ടത് തൊഴിലാളികളുടെ അവകാശങ്ങളെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. തൊഴിലാളികൾക്ക് അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടണം, അവർക്ക് അവരുടെ ജോലിക്കനുസരിച്ചുള്ള വേതനം കിട്ടണം. അങ്ങനെ കാലിക പ്രസക്തിയുള്ള തത്വചിന്തകൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് സഭ ഒരു പുതിയ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രബോധനം പുറത്തിറക്കിയത്. അതുകൊണ്ടാണ് ലയോ 13 പാപ്പായെ സോഷ്യൽ പോപ്പ് ഓഫ് ദ വർക്കേഴ്സ്, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പാപ്പ, തൊഴിലാളികളുടെ പാപ്പ എന്നറിയപ്പെട്ടത്. അപ്പോ ഞാൻ ചിന്തിക്കുകയാണ്, ഈ ലയോ 14 20ാം നൂറ്റാണ്ടിലെയോ 21ാം നൂറ്റാണ്ടിലെയോ പാപ്പാമാരുടെ പേര് ഒന്നും എടുക്കാൻ ആഗ്രഹിച്ചില്ല. വളരെയധികം ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ലയോ 14 എന്ന പേരെടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. തൊഴിലാളികളുടെ ഒരു പാപ്പ, സാമൂഹിക പ്രതിബദ്ധതയുടെ ഒരു പാപ്പ. അദ്ദേഹം അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ പേര് എടുത്തിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായും അതുകൊണ്ട് തന്നെ അദ്ദേഹം സിനഡാലിറ്റിയെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് പാപ്പായുടെ ഒരു തുടർച്ചയായിട്ട് ഈ പാപ്പയെ കാണുവാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു ചിന്ത. റേരും നൊവാരും, അച്ഛൻ പറഞ്ഞത് വളരെയധികം സത്യമായിട്ടുള്ള കാര്യമാണ്. റേരും നൊവാരും സഭയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ മാറ്റങ്ങളുടെ തുടക്കമായിരുന്നു ആ എൻസിക്ലിക്കൽ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അന്ന് കാലത്ത് നിലനിന്നിരുന്ന എല്ലാ മൂല്യച്യുതികൾക്കുമെതിരെ ആളുകൾക്ക് വേതനം കൊടുക്കണം എന്നുള്ള ചെറിയ കാര്യങ്ങളിൽ വരെ വത്തിക്കാൻ്റെ ശ്രദ്ധ എത്തിയ ലയോ 13 മാർപ്പാപ്പയുടെ ലോകം മുഴുവൻ ഇന്നും ചർച്ച ചെയ്യുന്ന ഒരു ചാക്രിക ലേഖനമാണ് റേരും നൊവാരും എന്ന് നമുക്കറിയാം. ജോൺ പോൾ 2 മാർപ്പാപ്പ ഒക്കെ അധികം കോട്ട് ചെയ്തിട്ടുള്ള സംസാരിച്ചിട്ടുള്ള ഒരു ചാക്രിക ലേഖനമാണ്. അത് പോൾ 6 മാർപ്പാപ്പ അധികം ചർച്ച ചെയ്തിട്ടുള്ള, വത്തിക്കാൻ സെക്കൻഡിൽ പോലും ചർച്ചയ്ക്ക് വിഷയമായിട്ടുള്ള ചാക്രിക ലേഖനങ്ങളിൽ ഒന്ന് റേരും നൊവാരുമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അച്ഛൻ. ഞാൻ ഓർക്കുന്നു അച്ഛൻ ഇത് പറഞ്ഞ സമയത്ത്. അതുപോലെ തന്നെ സാമൂഹിക പ്രശ്നങ്ങളിൽ പാവങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ, ജോലിയില്ലാത്തവർക്ക് വേണ്ടി സംസാരിക്കാൻ, സഭയുടെ എല്ലാ താഴ്ന്ന മേഖലകളിലേക്കും പോയി സഭയ്ക്ക് കൈത്താങ്ങാകാനായിട്ട് ലയോ 14 എന്ന പേര് കാർഡിനൽ റോബർട്ട് സ്വീകരിക്കുമ്പോൾ പരിശുദ്ധ സഭയ്ക്ക് ലയോ 14 എന്ന പുതിയ മാർപ്പാപ്പയെ ലഭിക്കുമ്പോൾ അതൊരു പുതിയ പ്രതീക്ഷയാണ്, അതൊരു പുതിയ തുടക്കമാണ്. കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചൈതന്യം ഉൾക്കൊണ്ട് തന്നെ മുൻപോട്ട് പോകുമ്പോഴും എല്ലാ പ്രശ്നങ്ങളിലും ഇനി ഞാൻ ഇടപെടുമെന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് തോന്നുന്നു ലയോ 14 മാർപ്പാപ്പ നമുക്ക് നൽകുന്നുണ്ട്. ഒരു കാര്യം കൂടി ഞാനൊന്ന് കണക്ഷൻ തന്നോട്ടെ ഷാജിച്ച, എനിക്ക് അതിനും കൂടി ഒരു ആൻസർ തരണം. അതായത് നമ്മളിപ്പോൾ ആദ്യമേ പറഞ്ഞിരുന്ന കാര്യമാണ്, പരിശുദ്ധ അമ്മയുടെ പുത്രനാണ് ഇന്ന് വരാൻ പോകുന്ന മാർപ്പാപ്പ. വെള്ളപ്പൊക്കം കയറുന്നപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമാണ്. കാരണം മെയ് 8 മാതാവിൻ്റെ തിരുനാൾ ദിവസം മാതാവ് നൽകിയതാണ്. അവിടെയും ഒരു സസ്പെൻസ് വന്നു, മാർപ്പാപ്പ ആരാ എന്നുള്ളത്. ഓക്കെ, ഒരു പുതിയ കർദിനാൾ വന്നു. അദ്ദേഹം എടുത്ത പേര് ലിയോ എന്ന പേര് എന്തുകൊണ്ടെന്നുള്ളത് അച്ഛന് വിശദീകരിച്ചു. ഒപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ നേരും നൊവാരത്തിനൊപ്പം തന്നെ ഈ ലിയോ 13 മാർപ്പാപ്പിനെ ജപമാല പോപ്പ് എന്ന ഒരു പേര് അദ്ദേഹത്തിന് ലഭിച്ചു, ഒരു പദവി അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. എൻസിക്ലിക്കൽ പരിശുദ്ധ അമ്മയെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ലയോ 13 മാർപ്പാപ്പയാണ്. അദ്ദേഹത്തെ ജപമാലയുടെ പിതാവെന്ന്, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ പുത്രൻ എന്ന് വിളിക്കുക. അപ്പോൾ ഇപ്പോഴത്തെ മാർപ്പാപ്പ ലിയോ 14 ആകുമ്പോൾ ഈ ഒരു മരിയൻ കണക്ഷൻ ഉറപ്പായിട്ടും ഉണ്ട്. അതാണല്ലോ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പാപ്പ തുടങ്ങുന്നുണ്ട്. പെറുവിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് എടുത്തു പറഞ്ഞു. മെയ് 8 ഇന്ന് പോംപെയ് മാതാവിന്റെ തിരുനാളിനെ കുറിച്ച്.